എന്ത് കരുതി നിങ്ങള്? ഈ ലോകത്തിന്റെ ഏത് കോണിൽ നന്ദിനെ നിങ്ങൾ കൊണ്ടുപോയി തള്ളിയാലും അവളെ ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു, കൂടെ നിർത്തുമായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തേനെ. എന്നിട്ടും എനിക്ക് കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊരൊറ്റ കാരണം വെച്ച് നിങ്ങൾ നന്ദിനെ തടഞ്ഞു വെച്ചു, കൂട്ടിയിട്ടു. രാജുവേട്ടന്റെ കയ്യിൽ ഫോണില്ല, നന്ദിനിയുടെ കയ്യിലും ഫോണില്ല. എന്റെ ഫോൺ അച്ഛൻ പറഞ്ഞെടുത്ത് പൂട്ടിവെച്ചു. അച്ഛൻ ഇവിടുന്ന് പോയതിനു ശേഷം 24 മണിക്കൂർ അച്ഛന് മീറ്റിംഗ്. അച്ഛൻ എന്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, എന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടില്ല, എന്നോടൊന്ന് സംസാരിക്കാൻ അച്ഛന് സമയവുമില്ല. ജയിച്ചു എന്ന് കരുതിയല്ലേ? ഒരല്പം കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നന്ദിനെ നിങ്ങൾ ഇല്ലാതാക്കുമായിരുന്നു. പക്ഷേ വിധി അതാണ് ശരി. അതാണ് എന്നെ എഴുന്നേൽപ്പിച്ചതും, അതാണ് എന്നെ പുറത്തു കൊണ്ടുവന്നതും. ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവി എന്ന് അംഗീകരിച്ചുകൂടെ? ഞാൻ ശ്രമിക്കുന്നതേ എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താന്. അവിടെ ചിലപ്പോ എന്റെ ചുവടൊന്ന് പാളിപ്പോയിന്നിരിക്കും. അതുകൊണ്ടൊന്നും പിന്മാറുന്നവളല്ല ഈ പത്മ. പത്മയുടെ മനസ്സിലെ ലക്ഷ്യം എന്താണോ അത് പത്മ സാധിച്ചിരിക്കും. ഓക്കെ, നമുക്ക് കാണാം. പക്ഷേ ഈ നിമിഷം നന്ദിനിയുടെയും രാജുവേട്ടന്റെയും എന്റെയും ഫോൺ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനേ 10 വരെ എണ്ണം. അതിനിടയില് ആ 3 ഫോണും ഇവിടെ തിരിച്ചു വന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ ഒരാളെ പോലും വിടാതെ ഞാൻ തിരിച്ചു തന്നിരിക്കും. കാണണോ? കാണോ നിങ്ങൾക്ക്? ഒന്ന്, 2, 3. എണ്ണി തീർക്കാനേ പറ്റൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നാല്, 5, 6. എണ്ണി നാവ് ഒഴിയുമ്പോ നിർത്തിയല്ലേ പറ്റൂ, അല്ലാതെ നിന്റെ വാണിംഗ് കേട്ട് പേടിക്കുന്നവരൊന്നും ഇവിടെ ഇല്ല. മാഡം നോക്കൂ, ഇന്ദ്രജ കൊടുത്തേക്ക് മമ്മി. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. അളിയൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്ക്. ഒരു പ്രശ്നം ഉണ്ടായാലേ നിങ്ങൾക്കല്ല എനിക്കാ കുഴപ്പം. അയ്യോ എന്റെ ശരി. അതാണ് രാജോട്ടാ, എന്താ സാറേ? അതെടുക്ക്, നന്ദിയും കൊടുക്ക്. ശരി സാർ. നന്ദിനിയെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന അവസാനത്തെ ശ്രമമായിരിക്കണം ഇത്. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഞാൻ ഈ കിടന്ന കിടപ്പുണ്ടല്ലോ, നിങ്ങളിൽ പലരും കിടക്കേണ്ടി വരും. നന്ദിനി ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. That means 24 hours.
ഈ വീട്ടിനകത്തായാലും ഓഫീസിലായാലും നന്ദിനി ഇനി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓഫീസിലായാലും ബോർഡ് മീറ്റിംഗിലായാലും എന്റെ തൊട്ടടുത്ത കസേരയില് നന്ദിനി ഇരിക്കണം. അക്കാര്യത്തില് ഒരാൾക്കും ഒരു സംശയവും വേണ്ട. എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരുത്താനേ ആർക്കും പറ്റും. പക്ഷെ ആ ചെയറിൽ ഇരിക്കാനുള്ള യോഗ്യത. ഇനി യോഗ്യതയെ പറ്റി നിങ്ങൾ സംസാരിക്കരുത്. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മരുമകളാവാനുള്ള യോഗ്യത നന്ദിനിക്ക് ഇല്ലെന്നാണ്. എന്താ ഇപ്പൊ ഞാൻ തിരിച്ചു പറയാം. നന്ദിനിയുടെ അമ്മായി അമ്മയാവുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഇനി ഒരു 10 ജന്മം കഴിഞ്ഞാലും അത് ഉണ്ടാവത്തുമില്ല. കാരണം നന്ദിനി നിൽക്കുന്നത് ഒരുപാട് ഉയരത്തില്ല. മനുഷ്യത്വത്തിന്റെ ഉയരത്തില്. അവിടം വരെ ചിന്തിച്ചെത്താൻ പോലും നിങ്ങളുടെ ഈ കൊള്ള സംഘത്തിലെ ഒരാൾക്ക് പോലും പറ്റില്ല. മനസ്സിലായോ? ഇല്ല. പോ. അളിയനോടെ കുറെ കാര്യങ്ങൾ കൂടി സംസാരിച്ച് തീർക്കാനുണ്ട്. അളിയ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവെല് തന്നാ മതി. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കൊണ്ടോളാം. പോട്ടെ അളിയ. അയ്യോ, കാലുകൊണ്ട് ചവിട്ടാൻ പറ്റത്തില്ല അളിയ, വേദനിക്കില്ലേ? അതുകൊണ്ട് കലക്കി സാറേ. ഇങ്ങനെ അങ്ങ് മറുപടി കൊടുത്താലേ പിന്നെ ഒരാളും അനങ്ങൂല സാറേ. നമുക്ക് നോക്കാൻ രാജുട്ടാ. ഇനി അങ്ങോട്ട് കളി കൊഴുക്കും. കുറച്ചു നേരമായിട്ട് എന്നൊരു മൂളല് മാത്രമേ കേൾക്കുന്നുള്ളൂ. സാരമില്ല. അളിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചെവിയിൽ കൂടെ കിട്ടുമ്പോ എല്ലാം ശരിയായിക്കോളും. അല്ലേ ഇന്ദ്രജേ? ഒന്ന് മിണ്ടായിരുന്നേ മമ്മി. സത്യത്തില് ഞാൻ വിചാരിച്ചത് അവൻ ഇതിനേക്കാൾ കൂടുതൽ ബഹളം ഉണ്ടാക്കുമെന്നാ. എന്തോ ഇത് ഒതുങ്ങിപ്പോയി.